Hello guys, Emmees vlogs video swagam. ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ചിക്കൻ ചോറാണ്. തലശ്ശേരിയിലെ ഒരു ട്രെൻഡി ആയ ഒരു ഫുഡ് കൂടിയാണിത്. ഇഫ്താർ അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള ഫംഗ്ഷൻസിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണിത്. ഇത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോകാം അല്ലേ. Chicken Biryani. ചിക്കൻ ചോറ് ഉണ്ടാക്കാനായി 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കൂടാതെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പുതിനയില, കറിവേപ്പില, ചെറുനാരങ്ങ, ക്യാരറ്റ് ഇതെല്ലാം ഇതിന് ആവശ്യമായ ഘടകങ്ങളാണ്. കൂടാതെ മസാലയ്ക്ക് വേണ്ടി മല്ലിപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ചെറിയ ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കൂടാതെ കുരുമുളക് പൊടിയും ആവശ്യമാണ്. ഇതിന് പുറമെ റൈസിലിടാനായി പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതും കൂടി കരുതണം കേട്ടോ. ചിക്കനിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി മല്ലിപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ചെറിയ ജീരകപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അതും കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ്. ഇതിലേക്ക് അല്പം ചെറുനാരങ്ങയുടെ നീരും കൂടി അപ്ലൈ ചെയ്യുക. അതിനുശേഷം നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ചിക്കനിലേക്ക് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് നിങ്ങൾ വെച്ചാൽ തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും. കാരണം വെച്ചാൽ ഒരു 10-15 മിനിറ്റ് വെച്ചാൽ തന്നെ നല്ലവണ്ണം മസാലകൾ ചിക്കനിലേക്ക് പിടിക്കുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് പറഞ്ഞ പോലെ തന്നെ നിങ്ങളും ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതാണ്. മസാല തയ്യാറാക്കാനായി ഉള്ളി നമുക്ക് അത് തന്നെ വാട്ടാം. ഞാനിപ്പോൾ എടുത്തതെന്ന് വെച്ചാൽ 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുമാതിരി 3 ഉള്ളിയാണ്. അതിന് കൂടെ കുറച്ച് ഉപ്പ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയാണ്. ഈ എണ്ണ എന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ നേരത്തെ പൊരിച്ച എണ്ണയാണ്. ചിക്കൻ സത്ത് കാര്യങ്ങളും ഈ എണ്ണയിൽ തന്നെയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ചിക്കൻ്റെ എണ്ണ തന്നെ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം തക്കാളി ഇട്ട് നല്ലോണം വഴറ്റുകയാണ്. കൂടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതിൻ്റെ പേസ്റ്റ് അതിൻ്റെ വാടിലേക്ക് അപ്ലൈ ചെയ്തതാണ്. ഇതിൻ്റെ പച്ചമുളക് മാറിലേക്കാണ്. റൈസ് ഉണ്ടാക്കാനായി ആദ്യമായി നമുക്ക് 6 kg അതേപോലെ തന്നെ നേരത്തെ എടുത്ത ചിക്കൻ പൊരിച്ച എണ്ണ അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാം. അതിനുശേഷം നല്ലവണ്ണം ചൂടായതിനു ശേഷം നമുക്ക് അരി വറുത്തെടുക്കാം. ഇപ്പോൾ ഇതിന് അരി വറുത്തിട്ടാണ് ചെയ്യുന്നത്. കാരണം അരി വറുക്കാതെ നിങ്ങൾക്ക് സാധാ ചെയ്യുന്ന പോലെയും ചെയ്യാം. ഞാനിത് കുറച്ചും കൂടി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അരി വറുത്തിട്ടാണ് ചെയ്യുന്നത്. അതിലേക്ക് പച്ചമുളക് അതേപോലെ തന്നെ കുരുമുളക്, ഏലക്ക ഓൾറെഡി വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം തിളപ്പിച്ചതിന് ശേഷം അരി വറുത്തതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. നേരത്തെ ഉണ്ടാക്കിയ മസാലയാണിത്. ഇത് അതിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്.
മല്ലി, പുതിന, അതേപോലെ തന്നെ കരിയാമ്പില ഇട്ട് ഇളക്കുകയാണ്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വെച്ചിട്ടാണുള്ളത്. ഗൈസ്, അങ്ങനെ നമ്മുടെ കോഴിച്ചോറ് ഏതാണ്ട് റെഡിയായി. നോമ്പ് തുറക്കുന്ന ടൈമായി, ബാങ്ക് കൊടുത്ത് നോമ്പ് തുറന്നിട്ട് ശരീരം ഗൈസ്. അങ്ങനെ നമ്മുടെ കോഴിച്ചോറ് ഏതാണ്ട് ഓക്കെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കോഴി അപ്ലൈ ചെയ്യുകയാണ്. മല്ലിച്ചപ്പ്, അതുപോലെ കറിവേപ്പില, ഇത് രണ്ടും മസ്റ്റാണ് ഇതിൽ. ഇതിലേക്ക് അല്പം ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഗരം മസാല ഒരു പൊടിക്കാണ്, ടേസ്റ്റ് കെട്ടിയിട്ടാണ്. ഗൈസ്, കഴിച്ചു നോക്കട്ടെ. അച്ചാറ് ടേസ്റ്റ് ഉണ്ടോ? അടിപൊളിയല്ലേ? കോഴിയിലൊന്നും കൊണ്ട് തീർത്തല്ല. അടിപൊളി സംഭവമാണ്. ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സംഭവം ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഫ്താറിന് എടുക്കാം, അതേപോലെ തന്നെ മറ്റുള്ള എന്ത് ഫംഗ്ഷൻ ആയിക്കോട്ടെ ഈ ചോറ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ചിക്കൻ ചോറാണെന്നതിൻ്റെ പേര്. ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഓൾറെഡി കണ്ടു തന്നു. ഇനി അടുത്തൊരു നല്ലൊരു റെസിപ്പി എത്തുന്നവരെ എല്ലാവർക്കും ബൈ. പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ പുതിയ റെസിപ്പി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കിട്ടുന്നതാണ്. ഇതുപോലെ നമ്മൾ ട്രാവലിംഗ് ഒരു മസ്റ്റാണ്. നോമ്പായത് കൊണ്ടാണ് ട്രാവലിംഗ് തൽക്കാലമായി സ്റ്റോപ്പ് ചെയ്തത്. നോമ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ട്രാവലിംഗ് കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.